ഇന്നലെ യുഎസ് വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.78%, S&P 500 2.05%, നാസ്ഡാക്ക് 2.47% സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് യുഎസ് കൺസ്യൂമർ കോൺഫിഡൻസ് വന്നത് വളരെ പോസിറ്റീവാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനുകൾക്കും മറ്റും ഏർപ്പെടുത്തിയിരുന്ന 50% താരിഫ് എക്സ്റ്റെൻഡ് ചെയ്തെന്നുള്ള തീരുമാനം പോസിറ്റീവാണ്. തിങ്കളാഴ്ച മാർക്കറ്റ് യുഎസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അത് ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോൾ അതിനോടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണവും മാർക്കറ്റിൽ കണ്ടു. മറ്റൊന്ന് യൂറോപ്യൻ യൂണിയനുകളുമായി താരിഫ് റിലേറ്റഡ് കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള അനൗൺസ്മെന്റ് പോസിറ്റീവായി. അതുപോലെ ടെസ്ല അതിലെ എലോൺ മസ്ക് ഇനി രാഷ്ട്രീയം വിട്ട് ബിസിനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ള തരത്തിലുള്ള കമന്റ് പറഞ്ഞത് പൊതുവെ മാർക്കറ്റുകൾക്കെല്ലാം ഇത് ഒരു പോസിറ്റീവായി തീരാൻ കാരണമായി. അതുപോലെ ഏഷ്യൻ വിപണികളോടൊപ്പം തന്നെ നമ്മൾ നെഗറ്റീവിലാണ് ട്രേഡിംഗ് ആരംഭിച്ചത്. അതിനുശേഷം ഒരവസരത്തിൽ പോസിറ്റീവിലേക്ക് വന്നെങ്കിലും വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോയി. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. പതിവിലും നേരത്തെ എത്തിയ കാലവർഷം കാർഷിക മേഖലയ്ക്കാകെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് വളം, ട്രാക്ടർ, കീടനാശിനി, വിത്ത് അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ, അതുപോലെ RCFനോട് കൂടുതൽ ഉത്പാദനം നടത്താൻ പറഞ്ഞതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ പോലും കാലവർഷം നേരത്തെ എത്തിയതും അത് കൂടുതലാകുന്ന ഒരുപക്ഷെ വിളകൾക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു കമന്റ് പൊതുവെ വന്നിട്ടുണ്ട്. ഡിഫൻസ് ഓഹരികളെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം, അതായത് ജർമ്മനി വീണ്ടും അതിർത്തി കടന്ന് ആക്രമിച്ചോളാൻ അത്തരത്തിൽ യുക്രൈന് കൊടുത്തത് വീണ്ടും യുദ്ധം തുടരുന്നു എന്നുള്ളൊരു സൂചനയായിട്ടാണ് മാർക്കറ്റ് കാണുന്നത്. അതുപോലെ അമേരിക്കയുമായിട്ടുള്ള വാണിജ്യ കരാറിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അത്ര മികച്ചതായിരിക്കത്തില്ല എന്നുള്ളൊരു അഭിപ്രായവും മാർക്കറ്റിലുണ്ട്. ഇത് ഇത്തരം കാരണങ്ങളെല്ലാം മാർക്കറ്റിലെ ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, സാമ്പത്തിക ശക്തിയായി ഇന്ത്യ 4ാമത്തെ സ്ഥാനത്തെത്തി എന്ന് പറയുന്നത് ഈ വർഷം കടക്കും സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്ത്യയും IMFും ഈ സാമ്പത്തിക വർഷം കണക്കാക്കുന്നതിലെ ഉള്ള ഒരു വ്യത്യാസമാണ് ഈ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഐഫോണുകൾക്ക് US കയറ്റുമതി ചെയ്യുന്നത് 76% ചൈനയെ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജിയോ ബ്ലാക്ക് റോക്കിന് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് വിപണി അവതരിപ്പിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആദായ നികുതി ജൂലൈ 31 എന്നുള്ളത് ഡേറ്റ് നീട്ടി സെപ്റ്റംബർ 15 നീട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഷോർട്ട് പൊസിഷൻ 65 നിന്ന് 69% അവർ കൂട്ടിയിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സ് 46 നിന്ന് 56 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ലോങ് ഉണ്ടായിരുന്നത് 61 60 കുറച്ചിട്ടുണ്ട്. ഇനി അത് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ള പൊസിഷനാണ്. FIs ഒരു ന്യൂട്രൽ കോളും പുട്ടും സെല്ല് ചെയ്തിട്ടുള്ള ഒരു പൊസിഷനാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് അല്പം ബെയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. 25,000 കോള് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഫ്രാൻസിന്റെ GDP, അതുപോലെ ജർമ്മൻ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ, ഒപ്പക്കിന്റെ ഒരു മീറ്റിംഗ്, FOMC മിനിറ്റ്സും FOMC മെമ്പേഴ്സിന്റെ ചില ഔട്ട്കമും വരുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡേറ്റ ഇന്ന് വരാനുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഡേറ്റയാണെങ്കിൽ മാർക്കറ്റിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി റിസൾട്ട് വരുന്നത് ക്യുമിൻസ് ഇന്ത്യ, ബാറ്റ, ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ, ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻ, ഗ്രാനൂൾസ്, EMS, ഫിനോലെക്സ് കേബിള്, IRCTC,